മറ്റു വാർത്തയിലേക്ക് എഞ്ചിനിൽ തീ കണ്ടതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരുടെ മടക്കം അനിശ്ചിതത്വത്തിൽ പലർക്കും പകരം വിമാനമൊരുക്കിയില്ല എന്നാണ് പരാതി. ഹോട്ടൽ മുറിയിൽ താമസ സൗകര്യം ഒരുക്കിയത് കുറച്ചു പേർക്ക് മാത്രമാണെന്നും ആക്ഷേപമുണ്ട്. മടങ്ങാനാകാത്ത യാത്രക്കാർ ബംഗളൂരു വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുകയാണ്. പുലർച്ചെ മടങ്ങിയവർ അല്പസമയത്തിനകം നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങും. അഡ്വക്കേറ്റ് രാജ് സിംഹൻ ഉണ്ട്, ഈ വിമാനയാത്രക്കാരനാണ്. അഡ്വക്കേറ്റ് രാജ് സിംഹൻ, എന്താണ് ഇന്നലെ സംഭവിച്ചത്? നിങ്ങൾക്ക് പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ടോ എയർ ഇന്ത്യ? രാത്രി ഏതാണ്ട് 4 മണിക്ക് ശേഷമാണ് ഞങ്ങളിൽ ചില ആളുകളെ ഹോട്ടലിലേക്ക് അവർ ഫെസിലിറ്റി അറേഞ്ച് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം രാവിലെ ഇന്ന് 10-9:30ക്കുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ എല്ലാവരെയും കൊച്ചിയിൽ എത്തിക്കുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അത് പ്രകാരം ഹോട്ടലിലേക്ക് പോയ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എയർപോർട്ടിലേക്ക് രാവിലെ 8 മണിക്ക് തന്നെ വന്നിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോഴറിയുന്നത് കുറെ ആളുകൾ ലോഞ്ചിൽ തന്നെ ഇരുന്ന ആളുകൾക്കും ഫാമിലിയെ തന്നെ പല സ്പ്ലിറ്റായി, ഒരേ ഫാമിലിയുള്ള ആളുകളെയൊക്കെ സ്പ്ലിറ്റായി പല പല ഫ്ലൈറ്റിലേക്കാണ് അവർ പോകാൻ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പലർക്കും കൺഫർമേഷൻ ടിക്കറ്റ് അല്ല, വെയിറ്റിംഗ് ലിസ്റ്റിന്റെ ടിക്കറ്റാണ് അതും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആളുകൾക്കൊരു ഇഷ്യൂ ഉണ്ടാകുകയും അകത്തിരിക്കുന്ന ആളുകൾ പ്രതിഷേധിക്കുകയും ചെയ്തു. ഹോട്ടലിൽ നിന്ന് വന്ന എന്നെപ്പോലെയുള്ള ഞാനും എന്നോടൊപ്പം ഉള്ള 2-3 പേരും ഞങ്ങളിവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് അകത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും ടെർമിനലിന്റെ വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്, ആ കൗണ്ടറിന്റെ വെളിയിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം 10 മണിക്ക് ഒരു ഫ്ലൈറ്റിൽ വിസ്താരയിൽ അയക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അത് 11 മണിക്ക് കൺഫർമേഷൻ ചെയ്യാന്ന് പറഞ്ഞു. 12 മണിയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞത് 6:30ക്കുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ 3 പേരെ അയക്കുമെന്നാണ്. അപ്പോൾ ഒരു ടോട്ടൽ ലാക്ക് ഓഫ് കോർഡിനേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഓരോരുത്തരും ഒഫീഷ്യൽസ് ഇവിടെ നിൽക്കുന്ന ആളുകൾ എന്താണോ ചോദിക്കുന്നത് അതിനെന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞിട്ട് പോകുന്നതായിട്ടാണ് പൊതുവെ പാസഞ്ചേഴ്സിനുള്ളൊരു ഫീൽ. ഒരു യാത്രക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നെ സംബന്ധിച്ച കൃത്യമായ വിവരം എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയിട്ടുണ്ടോ? ഒരു തീ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള കാര്യമാണല്ലോ. എക്സ്പ്രസ് അതിനെക്കുറിച്ച് യാതൊരു ഇതും പ്രസ് റിലീസ് നടത്തിയായിട്ട് ഒന്നും കണ്ടിട്ടില്ല. ഇവിടെ ഞങ്ങൾ പറയുന്നതല്ലാതെ തീയെ കുറിച്ച് അവരുടെ അങ്ങനെ റിലീസൊന്നും കണ്ടില്ല. ഒരുപക്ഷെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വാട്ട് എവർ ഇറ്റ് ബി, ഈ ചില ആളുകളൊക്കെ അതിനുള്ളിലിരുന്നു കൊണ്ട് തന്നെ ഇത് ലാൻഡ് ചെയ്യുമ്പോഴെടുത്ത വീഡിയോസും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഷെയർ ചെയ്ത് കാണാൻ പറ്റി. അപ്പോൾ തീപിടുത്തം തന്നെയാണ്, അത് നല്ല രീതിയിലെ തീയമായിരുന്നു. നിലത്തിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ 200 മീറ്റർ ദൂരത്തേക്ക് ഓടി മാറിയിട്ട് തിരിഞ്ഞു നോക്കുമ്പം നല്ല രീതിയിലൊരു തീ ഗോളം പോലെ ഇന്ന് ആ ഒരു സൈഡിൽ കത്തുന്നാണ് കണ്ടത്. അത് തന്നെയായിരിക്കണം അവരുടെ ഒരു പ്രസ് റിലീസ് ആയിട്ട് വരികയെന്ന് തോന്നുന്നു. പ്രസ് റിലീസ് ഒന്നും കൊടുത്തായിട്ട് അറിയില്ല. ഇനി എങ്ങനെ കൊടുക്കേണ്ട പ്രൊസീജിയർ ഇല്ലെന്നും അറിയില്ല. എനിവേ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൽ എൻക്വയറി നടത്തുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. CASFന്റെയും എല്ലാം ഒരു എൻക്വയറി എല്ലാം പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ യാത്രക്കാരുടെ പ്രശ്നമാണ്, ഡൊമസ്റ്റിക് എയർലൈൻസിൻ്റെ ആകെ വിഷയമാണ്. ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ വ്യോമ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചർച്ചയാകേണ്ട വിഷയമാണ്. പക്ഷേ അക്കാര്യത്തിൽ ഒരു എയർലൈൻ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ന്യായമാണോ? അല്ലെങ്കിൽ അത് നിയമപരമായ അവകാശം കൂടിയല്ലേ? പൂർണ്ണമായും ശരിയാണ്. മാത്രമല്ല ഈ ഫ്ലൈറ്റിൽ സഞ്ചരിച്ച ഒരാളെന്ന നിലയിലും ഈ ഫ്ലൈറ്റിൽ അത് നേരിട്ട് അനുഭവിച്ച ആളെന്ന നിലയിലും തീരെ അതീവ സുരക്ഷിതത്വം ഇല്ലാത്തൊരു നിലയിലാണ് ഇത് പോയതെന്നുള്ളൊരു ഫീലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്തപ്പോൾ തന്നെ ഉണ്ടായ ഒരു ഇതും ശബ്ദവും തീയും ഈ പ്രശ്നങ്ങളൊക്കെ ഫ്ലൈറ്റ് നിലത്തിറങ്ങി ലാൻഡ് ചെയ്തതിനു ശേഷവും എയർപോർട്ടിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടായിട്ട് കാണുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം 10 മിനിറ്റിന് ശേഷമാണ് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫയർ എഞ്ചിൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അതൊരു പൊട്ടിത്തെറിയിലോ മറ്റെന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ അതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു എയർപോർട്ടിന്റെ ഭാഗത്തു നിന്നുള്ള സ്റ്റാഫോ ക്രൂവോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം നിരത്തിറങ്ങി ഓടി മാറി നിൽക്കുന്നതിന് ശേഷമാണ് ആംബുലൻസുകൾ അതൊക്കെ ഓരോന്നായിട്ട് വന്നു തുടങ്ങിയത്. അപ്പോൾ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർ ഉയർന്ന് പ്രവർത്തിച്ചു. എയർപോർട്ട് അതോറിറ്റി, ഞാൻ പറയുന്നത് ഈ ബാംഗ്ലൂർ എയർപോർട്ടിന്റെ ഈ എയർക്രാഫ്റ്റ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയാണ്. അപ്പോൾ എയർപോർട്ടിൽ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യേണ്ടത് എയർപോർട്ട് അതോറിറ്റിയാണ്. അവരുടെ ഭാഗത്തു നിന്നും അവസരത്തിനൊക്കെ ഉയർന്ന് പ്രവർത്തിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. മൈനർ ഇഞ്ചുറീസേ ഉള്ളൂ. മഹാഭാഗ്യമാണ്. അത് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഒരു വലിയ, എന്ന് വെച്ചാൽ അപകടം പറ്റാതെ ഇരുന്നത് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു. കാരണം എന്തോ ഭാഗ്യം കൊണ്ടാണ് അത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കൊന്നും പോകാതിരുന്നത് എന്ന് വിശ്വസിക്കുന്നത്. ഓക്കെ, അഡ്വക്കേറ്റ് രാജ് സിംഹനാണ്, യാത്രക്കാരനാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. TV പ്രസാദ് കൂടി ചേരുന്നു. TV പ്രസാദ്,
ബാക്കിയുള്ളതൊക്കെ ചില സൗകര്യക്കുറവിൻ്റെ പ്രശ്നങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒരു വിമാന യാത്രക്കിടെ വിമാനത്തിൽ തീപിടിക്കുക, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരിക, ആളുകൾ ഇറങ്ങി ഓടുക, എന്നിട്ട് അതേക്കുറിച്ച് വിശദീകരണമില്ല എന്നുള്ളത് എങ്ങനെയാണ് തൃപ്തികരമാവുക? നികേഷ്, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നത്. സംഭവം നടന്ന് ഉടൻ തന്നെ, അതായത് 11:30 കൂടിയാണ് അതിലെ യാത്രക്കാരനായ രാജസിംഹൻ ഇന്നലെ രാത്രി നമ്മളെ വിളിക്കുന്നത്. വിളിച്ച ഉടൻ തന്നെ, ആ ഫോൺ വെച്ച ഉടൻ തന്നെ അതിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളും നമുക്ക് തന്നു. ചുരുക്കത്തിൽ അപകടം നടന്ന അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ വാർത്ത നമുക്ക് കൊടുക്കാനായി. പിന്നീട് നമ്മൾ കൊടുത്ത ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് മറ്റു മാധ്യമങ്ങൾക്കത് സ്ഥിരീകരിക്കാനായത് തന്നെ. അങ്ങനെ ദൃശ്യങ്ങൾ സഹിതം ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ടറാണ് ഈ രാജസിംഹൻ. ആ സമയത്ത് തന്നെ നമ്മളോട് തത്സമയം സംസാരിക്കുന്നുമുണ്ടായിരുന്നു ആ വിഷയങ്ങളെ സംബന്ധിച്ച്. വലിയ ഒരു പേടിയോട് കൂടിയാണ് രാജസിംഹൻ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ആ സംഭവത്തെ കണ്ടത് എന്നുള്ളതാണ് ഇന്നലെ വിശദീകരിച്ചത്. യാത്രക്കാർ കൂട്ടത്തോടെ നിലവിളിച്ച സമയത്താണ് അടിയന്തര ലാൻഡിംഗ് ഉണ്ടായത് വിമാനത്തിൻ്റെ മൂലയ്ക്ക്. ഇപ്പോൾ രാജസിംഹൻ പറഞ്ഞതുപോലെ വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഇത്തരം വിമാനങ്ങൾ അടിയന്തര ലാൻഡിംഗ് നടത്തുമ്പോൾ ഉണ്ടാകേണ്ട സംവിധാനങ്ങളൊന്നും പരിസരത്തുണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, വളരെ പെട്ടെന്ന് എടുത്തുചാടുന്ന സമയത്ത് പ്രായമായവർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ നിസ്സാരമെങ്കിലും പരിക്കേറ്റിട്ട് കൂടിയുണ്ട്. അതിനുശേഷം ആ സംഭവമെല്ലാം നടന്നു. നികേഷ് പറഞ്ഞതുപോലെ ഒരു വിശദീകരണവും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ്. അന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ലയോ, എവിടെയാണ് തീപിടിച്ചത്, എങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം, പ്രത്യേകിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസിനെ സംബന്ധിച്ച് മോശമായ ഒരു പ്രതിച്ഛായ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സമയമാണ്. വലിയ സമരം നടക്കുന്നു. ആ സമരത്തിന് ശേഷം വലിയ തോതിലുള്ള പേരുദോഷമുണ്ടാകുന്ന ഒരു പ്രസ്ഥാനമായ എയർ ഇന്ത്യ എക്സ്പ്രസ് മാറി. അതിൻ്റെ ഇടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് കൂടി ഏതാണ്ട് 12 മണിക്കൂർ പിന്നിടുന്ന സമയത്ത് പോലും ഒരു വിശദീകരണവും നൽകുന്നുമില്ല. അതിനിടയിലാണ് യാത്രക്കാർക്കും സൗകര്യമൊരുക്കാത്തത്. ഒരു കുടുംബത്തിലുള്ളവരെ പല ഫ്ലൈറ്റുകളിലാക്കി വിടാനുള്ള തീരുമാനം, ഇന്നലെ രാത്രി മുതൽ ഒരു ഹോട്ടൽ മുറി പോലും ഏർപ്പെടുത്താത്ത വിഷയം, എല്ലാം കൂടിയാണ് രാവിലെ പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ മുഴുവൻ ആളുകളെയും കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സംസാരിച്ച രാജസിംഹൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇനിയിപ്പോൾ വൈകിട്ട് 6:30ക്കാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. കുറച്ചുപേർ അല്പസമയത്തിനകം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നികേഷ്.